ആകാശം കറക്കുകയാണ്. പുറത്ത് മഴയുടെ നല്ല തണുപ്പ്. പക്ഷെ സുരേഷിൻ്റെ ഉള്ളിൽ എരിയുന്ന തീയാണ്. പണിക്ക് പോയിട്ട് ആഴ്ച ഒന്നായി. വീട്ടിലെ സാധനങ്ങൾ ഓരോന്നായി തീർന്നു തുടങ്ങി. പെയിൻറ്റ് പണി പറയുമ്പോൾ വെളിയിലൊന്നും ഇപ്പോൾ പണിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും, ആഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നല്ല മഴയാണെങ്കിൽ വന്നാൽ ലീവാകും. അല്ല അതില്ല പറഞ്ഞാൽ കെട്ടുപണിക്ക് പോകും. കെട്ടുപണിക്ക് തന്നെ മഴയാകുമ്പോൾ ലീവാകും. പിന്നെ അതൊക്കെ തന്നെ അങ്ങനെ പോകണം. അമ്പലത്തിൽ കടമാകും. അമ്പലച്ചീട്ട് പണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കട കൊടുക്കുക, ലോൺ എടുക്കുക, അടവുകാർ വരും, അവൻ്റെ നിന്നൊക്കെ മേടിക്കുക. അങ്ങനെ അടഞ്ഞിങ്ങനെ നമ്മളിപ്പോൾ ഈ മഴ പെയ്തപ്പോൾ കുറച്ച് മാറ്റം വരുമല്ലോ, പണി കമ്മിയാകുമ്പോൾ. നമ്മൾ വേനൽക്കാലത്താകുമ്പോൾ കുറച്ച് പണി ഉണ്ടാവും, അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് ആഴ്ചയിൽ ഒരു 3 ദിവസം പണി കിട്ടുമ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും. ഒരു ദിവസം പണിയുണ്ടെങ്കിൽ 800 രൂപ കിട്ടും. സാധാരണ എല്ലാ ദിവസവും സുരേഷ് പണിക്ക് പോകാറുണ്ട്. മഴക്കാലമായതോടെ പരമാവധി ആഴ്ചയിൽ 2 ദിവസം പണി ഉണ്ടെങ്കിലായി. മാസത്തിൽ 6000 രൂപ കിട്ടിയാലായി. ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്. നല്ല കഷ്ടവും ഇതൊക്കെയാണ് ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. നേരത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ പച്ചക്കറിയൊക്കെ വില കൂടുതലല്ല അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മേടിക്കും, വയ്ക്കുകയൊക്കെ ചെയ്യും. കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ ഒഴിവാക്കുമല്ലോ. നമ്മളെ കൊണ്ട് ആവുന്നത് നമ്മൾ മേടിക്കും. മീനൊന്നും മേടിക്കാറില്ല. ഇപ്പോൾ അത് വല്ലപ്പോഴും തന്നെ മേടിക്കും. കാരണം ഇപ്പോൾ നല്ല വില കൂടുതലല്ലേ, അതുകൊണ്ട് മീനൊന്നും അധികം മേടിക്കാറില്ല. മഴയത്ത് ഒരു പരിപ്പോടയും കഴിച്ച് ജോൺസൺ മാഷിന്റെ പാട്ട് കേട്ടിരിക്കണമെന്ന ആഗ്രഹം സുരേഷിനുമുണ്ട്. പക്ഷേ പണി ഉണ്ടെങ്കിലല്ലേ പണമുള്ളൂ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.